ഹ്യൂണ്ടായിലെ ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഏറ്റവും പുതിയ ഹ്യൂണ്ടായി വെന്യൂ മോഡൽ വന്നുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഉള്ളത് ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ പഴയ ഹ്യൂണ്ടായി വെന്യൂ ആണ് കേട്ടോ. അതിൽ എൻലൈൻ അടക്കം നമുക്ക് അവൈലബിൾ ആണ്. ഈ വാഹനങ്ങളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ വാഹനങ്ങളുടെ അതേ സെയിം വാറൻറ്റി നമുക്ക് 1 വർഷത്തേക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1 വർഷം വരെ ഫ്രീ സർവീസ് ഈ വാഹനങ്ങൾക്കൊക്കെ കിട്ടും. അത് ഏതെങ്കിലും ഒരു ഷോറൂമിലല്ല, ഹ്യൂണ്ടായുടെ ഏത് ഷോറൂമിൽ പോലെ. അതായത് നിങ്ങൾ പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ ഇതൊക്കെ സ്വന്തമാക്കാം. ടെസ്റ്റ് ഡ്രൈവ് വാഹനം ആയതുകൊണ്ട് തന്നെ ഷോറൂമിൻ്റെ മെയിൻ്റനൻസിൽ, അതായത് ഗ്രാൻഡ് ഹ്യൂണ്ടായുടെ വാഹനങ്ങളാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. ഗ്രാൻഡ് ഹ്യൂണ്ടായുടെ അണ്ടറിൽ മെയിൻ്റനൻസ് ചെയ്ത വാഹനങ്ങളായിരിക്കും. അപ്പോൾ ഒരുപാട് ആളുകൾ കൈമാറി ഓടിച്ച വാഹനമാണ്, ഇതൊക്കെ എടുക്കണമെന്നുള്ള ചോദ്യം പലർക്കും ഉണ്ടായിരിക്കും. അത് അവരോട് പറയാനുള്ളത്, ഈ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഷോറൂമിൽ ഇതെല്ലാം പെർഫെക്റ്റ് കണ്ടീഷനിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. സംഭവം പല ആളുകൾ ഓടിക്കുന്നുണ്ടെങ്കിലും, കാരണം ഇത് ഓടിച്ചിട്ട് വേണം, ഇഷ്ടപ്പെട്ടിട്ട് വേണം പുതിയ വാഹനം അവർ ബുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന വാഹനങ്ങളായിരിക്കും. പിന്നെ വാറൻറ്റി നമുക്ക് തരുന്നുണ്ട്, കൂടാതെ ഫ്രീ സർവീസ് കാര്യങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശ്വസിച്ചെടുക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വരുന്നില്ല. അപ്പോൾ ഏതൊക്കെ മോഡൽസ് അവൈലബിൾ ആണ്? നമുക്ക് എക്സ്റ്റർ മുതൽ വെന്യൂ, ക്രെറ്റ, വെർണ, അങ്ങനെ പല മോഡൽസ് ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ അവൈലബിൾ ആണ്. കൂടാതെ എക്സ്ചേഞ്ച് വാഹനങ്ങളും നമുക്ക് ഗ്രാൻഡ് ഹ്യൂണ്ടായിൽ അവൈലബിൾ ആണ്. അത് പല കാറ്റഗറി അതർ ബ്രാൻഡ്സിൻ്റെയൊക്കെ വരുന്നുണ്ട്. നമ്മളിന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ മോഡൽസ് ആണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഡീറ്റെയിൽസ് വിശദമായിട്ട് നോക്കാം. സോ ഇവിടെ നിൽക്കുന്ന എല്ലാ വാഹനങ്ങളിലും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂണ്ടായി എൻലൈൻ ആണ് ഓൾവേസ്. അപ്പോൾ N8 എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റാണ് ഈ കാണുന്നത് കേട്ടോ. അതിൽ ടർബോ പെട്രോളിൽ DCT ട്രാൻസ്മിഷൻ വരുന്നതാണ്. നമ്മുടെ പാലക്കാട് രജിസ്ട്രേഷനാണ് വാഹനം വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും സിംഗിൾ ഓണർ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും, കാരണം ഷോറൂമിൻ്റെ പേരിലുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് 18,756 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടയർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എല്ലാം നമുക്ക് ഒരു 18,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനത്തിൻ്റെ ടയർ എത്രത്തോളം ഉണ്ടാവും ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും പക്ക മിൻറ്റ് കണ്ടീഷൻ, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ രൂപത്തിലാണ്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ₹1 ആക്സറി ചെയ്യേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ പുതിയൊരു ഹ്യൂണ്ടായി വെന്യൂ എൻലൈനൊക്കെ നമുക്ക് ഈ ടോപ്പ് എൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ 15 ലക്ഷത്തിന് മുകളിൽ ഓൺ റോഡ് വില വരുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ആസ്കിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ 12.5 ലക്ഷം രൂപയാണ് കേട്ടോ. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഷോറൂമിലൊന്ന് നേരിട്ട് സംസാരിക്കാം. നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ട്വിൻ എക്സോസ്റ്റൊക്കെ വന്നിട്ട് നമുക്ക് നല്ലൊരു കിടിലൻ എക്സോസ്റ്റ് നോട്ടൊക്കെ കിട്ടുന്നൊരു വാഹനമാണ് വെന്യൂ എൻലൈൻ. അത്യാവശ്യം നല്ല പെർഫോമൻസും വരുന്നുണ്ട്. അപ്പോൾ അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആയിട്ടുള്ള ഒരു കിടിലൻ N8 നമുക്കൊരു 12.5 ലക്ഷം റേഞ്ചിലൊക്കെ സ്വന്തമാക്കാം. വിത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ 1 വർഷം എന്ത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ഏത് ഹ്യൂണ്ടായി ഷോറൂമിൽ നമുക്ക് വാറൻറ്റി ലഭിക്കും. 1 വർഷം നമുക്ക് ഫ്രീ സർവീസും ഏത് ഹ്യൂണ്ടായുടെ ഷോറൂമിൽ പോയാലും ലഭിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇനി അടുത്ത വാഹനം നോക്കാം. ഇനി ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ഫുള്ളി ലോഡായിട്ടുള്ള വാഹനം നോക്കുന്നവർക്ക് ഹ്യൂണ്ടായി എക്സ്റ്ററിൻ്റെ SX ഓപ്ഷണൽ കണക്റ്റ് എന്ന് പറയുന്ന, അതായത് ഇതിൽ ഏറ്റവും ടോപ്പിൻ്റെ അങ്ങേയറ്റം വരുന്നൊരു മോഡലാണിത്. 7,80,000 മാത്രമാണ് ഇവർ ചോദിക്കുന്ന റേറ്റ്. നെഗോഷ്യബിൾ ആണ്. അതിൽ കുറവിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. അലോയ് വീൽസ്, പ്രൊജക്ടർ ലൈറ്റ്, സൺറൂഫ്, ഓട്ടോമാറ്റിക് ആണ്. അതിൻ്റെ പാഡിൽ ഷിഫ്റ്റേഴ്സ്, ബാക്കിൽ വൈപ്പർ, ഡീഫോഗർ, അങ്ങനെ എന്തൊക്കെ ഒരു വാഹനത്തിൽ ഫീച്ചേഴ്സ് കൊടുക്കാൻ പറ്റുമോ. 6 എയർ ബാഗ് വരുന്നുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. അങ്ങനെ എല്ലാം വരുന്നൊരു മോഡലാണ്. അതായത് SX ഓപ്ഷണൽ കണക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത. ഇതിലും മുകളിൽ ഒരു ഫീച്ചേഴ്സ് നൽകാനില്ല. അത്രയും ലോഡറായിട്ട് വരുന്നൊരു മോഡലാണ്. 2023 മോഡലാണ്. 58,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനും നമുക്ക് വാറൻറ്റി കാര്യങ്ങൾ അവൈലബിൾ ആണ്, ഫ്രീ സർവീസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. എക്സ്റ്റീരിയർ നോക്കിയാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു സ്ക്രാച്ച് കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നല്ല പക്ക ക്വാളിറ്റിയാണ്. ആ ഒരു ഗ്രീൻ കളർ, ഇതിൻ്റെ പരസ്യങ്ങളിലൊക്കെ കമ്പനി കാണിക്കുന്ന ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ 2 പുത്തൻ ടയറുകൾ വരുന്നുണ്ട്. ഫ്രണ്ടിലെ ടയർ കുറവാണ് വന്നിട്ടുള്ളത്. ഇനി ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും കിഡിലിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്റ്റോക്ക് സീറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇത്തരത്തിൽ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറാണ് വന്നിട്ടുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്മാർട്ട് കീ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ക്രൂയിസ് കൺട്രോൾ, അത്തരത്തിൽ എന്തൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. പാഡൽ ഷിഫ്റ്റേഴ്സ്, നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ. അതുപോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കാണാം, ഓട്ടോമാറ്റിക് AC വന്നിട്ടുണ്ട്, ടച്ച് സ്ക്രീന്, അങ്ങനെ ഫുള്ളി ലോഡറാണ്. സൺറൂഫ് വരുന്നുണ്ട്. സീറ്റുകൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു ക്വാളിറ്റി നല്ല രീതിയിൽ. അതായത് നമുക്ക് കൈമാറി ഓടിക്കുന്നുണ്ടെങ്കിൽ പോലും ഷോറൂമിൻ്റെ അണ്ടർ കൺട്രോളിൽ വരുന്ന, അല്ലെങ്കിൽ അതിൽ മെയിൻ്റനൻസ് വരുന്നൊരു വാഹനമായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിലയിൽ ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയിട്ട് നമുക്ക് ഒരു വാഹനം സ്വന്തമാക്കാനായിട്ട്. പിന്നെ ഈ കാണിക്കുന്ന വാഹനങ്ങളുടെ ഒക്കെ മറ്റൊരു പ്രത്യേകത, നമുക്ക് 90% മുതൽ 100% വരെ ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നതിന് ലോൺ ഇട്ടിട്ടും ഈ വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഇനി വെന്യൂവിനേക്കാൾ കുറച്ചുകൂടി വലിയ സൈസുള്ള വാഹനം വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ക്രെറ്റ അവൈലബിൾ ആണ് കേട്ടോ. ആസ്കിങ് റേറ്റ് വരുന്നത് വെറും 11.5 ലക്ഷം മാത്രമാണ് വരുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് SX വേരിയൻറ്റിൽ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഒരു വാഹനമാണ്. SX ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്ന പോലെ LED പ്രൊജക്ട് ഹെഡ് ലാമ്പ്, DRL, ഫോഗ് ലാമ്പ്, പൊസിഷൻ ലാമ്പ്, അലോയ് വീൽസ് തുടങ്ങിയിട്ടുള്ള ഫുൾ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാനോറമിക് റൂഫ് വരുന്നുണ്ട്. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീഫോഗർ, വൈപ്പർ, അങ്ങനെ എന്തൊക്കെ നമുക്ക്
അഗെയിൻ ഈ ഫുൾ ഓപ്ഷൻ ആണ് കൂടുതലും ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന എല്ലാ മോഡൽസും ആ ഒരു കാറ്റഗറി വരുന്ന വാഹനമാണ്. ഒന്നിലേക്ക് ഏറ്റവും ടോപ്പ് എൻഡാണ്, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള വാഹനങ്ങളാണ് എന്നുള്ളതുകൊണ്ട് ഫുൾ ഫീച്ചർ ലോഡായിട്ടുള്ള വാഹനങ്ങളായിരിക്കും നിങ്ങൾ ഈ കാറ്റഗറി അല്ലെങ്കിൽ ഈ ലൈനപ്പിൽ കാണാനായിട്ട് സാധിക്കുക. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇത് ബീച്ച് കളറായിട്ട് കൂടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വന്നിട്ടുള്ളത്. റിയറിലേക്കും നമുക്ക് AC വെൻ്റ് ഉണ്ട്, USB പവർ ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, 60/40 സ്പ്ലിറ്റ് സീറ്റും ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഫുള്ളി ലോഡഡ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. എഗെയിൻ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കണ്ടോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. ഇത് പെട്രോൾ വാനാണ്, അതിൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നതാണ് കേട്ടോ. സ്റ്റിയറിംഗ് വീലാണ്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, ക്രൂയിസ് കൺട്രോൾ, വലിയ ടച്ച് സ്ക്രീൻ, ഓട്ടോമാറ്റിക് AC, അങ്ങനെ A to Z ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. 2022 മോഡലാണ് നമുക്ക് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. 54,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അതിനാണ് നമ്മൾ ഏകദേശം 11.5 ലക്ഷം രൂപ ചോദിക്കുന്നത് കേട്ടോ. ടയർ ഭാഗങ്ങൾ കുറച്ച് കുറവാണെന്ന് വെച്ചാൽ വേറെ കുറവോ കാര്യങ്ങളോ ബോഡിയിൽ നമുക്ക് വലിയ ഇമ്പാക്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അത്യാവശ്യം ഡീസൻ്റ് ആണ്, വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ലൈനപ്പിൽ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എന്തായാലും ഇതും നെഗോഷ്യബിൾ ആണ് റേറ്റ്, വാറൻറ്റിയും അതുപോലെ തന്നെ ഫ്രീ സർവീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മോഡലിനും അവൈലബിൾ ആണ്. ഈ ബ്ലാക്ക് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും പാലക്കാട് ഗ്രാൻഡ് ഹ്യുണ്ടായി എച്ച് പ്രോമിസ് ഒരു അവസരം തരുന്നുണ്ട്. ഇതേ നമുക്ക് ഹ്യുണ്ടായി വെന്യൂ 2023 മോഡലിൽ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വാഹനമാണ്. 9.5 ലക്ഷം രൂപയാണ് ഇതിൽ ചോദിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആണ്, 40,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. SX വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സൺറൂഫ് വരുന്നുണ്ട്. ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കില്ല. അപ്പോൾ അതെ സൺറൂഫ്, റൂഫ് റെയിൽസ്, ഷാർക്ക് ഫിൻ ആൻറ്റിന, ഡീഫോഗർ, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എഗെയിൻ KL9 ആണ്. നമ്മൾ ഈ പറയുന്ന വാഹനങ്ങളൊക്കെ സിംഗിൾ ഓണർ ആയിരിക്കും കേട്ടോ. അത് പിന്നെ പറയേണ്ട കാര്യമല്ലോ, ടെസ്റ്റ് ഡ്രൈവ് വാഹനമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കമ്പനിയിൽ ഓടിയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സാണ് എക്സ്റ്റീരിയറിൽ കാണാനുള്ളത്. ഇൻറ്റീരിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡുവൽ ടോൺ ആണ് ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. ബ്ലാക്കിൻ്റെയും ബീജിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ടെക്സ്ചർ കാര്യങ്ങളൊക്കെയാണ്. SX വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പുറയിലേക്ക് C-ടൈപ്പ് ചാർജിങ് പോർട്ടും AC വെൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഡ്രൈവർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് വയർലെസ് ചാർജിങ് അടക്കം നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്വാഭാവികമായിട്ടും അത്രയും ഹൈ എൻഡ് വേരിയൻ്റ് ആകുമ്പോൾ കിട്ടും. അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. വയർലെസ് ചാർജർ വരുന്നുണ്ട്, ഇൻഫർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ടയറും വരുന്നൊരു വാഹനമാണ്. 9.5 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നിങ്ങളിതൊന്ന് അയച്ചു കൊടുത്തു. വെന്യൂ തീർന്നിട്ടില്ല കേട്ടോ. അതെ ഇനിയുണ്ട്. കാരണം എന്താ വെച്ചാൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പുതിയ മോഡൽ വെന്യൂ വന്നുകൊണ്ട് ഈ ഒരു ജനറേഷനിൽപ്പെട്ട വെന്യൂ എല്ലാം റീപ്ലേസ് ചെയ്യാണ്. പുതിയ ടെസ്റ്റ് വാഹനങ്ങൾ വന്നു. അപ്പോൾ ഈ പഴയ വാഹനങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുള്ളത്. ഇത് 2024 മോഡൽ വരുന്ന ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതും DCT ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വരുന്നതാണ്. ഇതിൻ്റെ ബാഡ്ജിങ് കാണാം. അതും ഏറ്റവും ടോപ്പ് എൻഡ് SX ഓപ്ഷണൽ എന്ന് പറയുന്ന ഇതിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റാണ് വന്നിട്ടുള്ളത്. ലോ കിലോമീറ്റർ ആണ് കേട്ടോ. അത് 12,600 സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട്, ഡുവൽ ടോണിലെ അലോയ് വീൽസ് വന്നിട്ടുണ്ട്, റൂഫ് റെയിൽസ്, സൺ റൂഫ്, അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന, ക്രോം ഡോർ ഹാൻഡിൽസ് തുടങ്ങിയിട്ട് ഫുൾ ഫീച്ചർ ലോഡറാണ്. നമുക്ക് ഡിഫോഗർ, വൈപ്പർ, അതുപോലെ തന്നെ ടർബോയുടെ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം കണ്ടില്ല. അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോഴുള്ള പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒന്നും ചെയ്യേണ്ട, എടുത്ത് അതുപോലെ അങ്ങോട്ട് കൊണ്ട് നടക്കാമെന്നുള്ളതാണ്. ഡുവൽ ടോണിലാണ് നമുക്ക് ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. നമുക്ക് റിയറിലേക്ക് AC വെൻ്റ്, C-ടൈപ്പ് ചാർജിങ് പോർട്ട്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ഐസോഫിക് ചൈൽഡ് സീറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, സ്മാർട്ട് കീ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡൊക്കെ പവേർഡ് സീറ്റാണ് വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ADAS ലെവൽ 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ DCT ആണ്. വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക് AC തുടങ്ങി ഫുള്ളി ലോഡർ A to Z ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനമാണ് നമുക്ക് ഈ DCT SX ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. 11.5 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. വെറും ലോ കിലോമീറ്ററിൽ മിൻറ്റ് കണ്ടീഷനിൽ നല്ല ക്വാളിറ്റിയുള്ള ടയർ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഒരു 12,000 കിലോമീറ്റർ മാത്രം ഓടിയതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് വാഹനത്തിൽ എല്ലായിടത്തും കാണാനുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 11.5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് അതിലും റേറ്റ് കുറവിൽ നമ്മുടെ വീഡിയോ കണ്ട് വരിക എന്ന് പറഞ്ഞാൽ വാങ്ങാനായിട്ട് പറ്റും. ഇനി ഈ ഒരു മോഡൽ വന്നിട്ട് 2022 മോഡലാണ്. ഇതും നോർമൽ പെട്രോൾ എഞ്ചിനാണ്, ടർബോ അല്ല. അതുപോലെ തന്നെ മാനുവൽ പെട്രോൾ എഞ്ചിനാണ്. ഇതും അത്യാവശ്യം ഫീച്ചർ ലോഡാണ്. നമുക്ക് ഞാൻ നേരത്തെ ആവർത്തിക്കാനൊന്നും കൂടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ ആയതുകൊണ്ട് തന്നെ ടോപ്പ് എൻഡ് അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള വേരിയൻസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ അലോയ് ഇല്ല എന്നുള്ളൊരു കുറവ് വേണമെങ്കിൽ പറയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് സൺറൂഫ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇൻറ്റീരിയർ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡുവൽ ടോൺ സെറ്റപ്പ് കാര്യങ്ങളാണ്. ടച്ച് സ്ക്രീൻ, ഓട്ടോമാറ്റിക് AC, വയർലെസ് ചാർജർ,
സ്റ്റിയറിംഗ് കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിലും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അത്യാവശ്യം ഓടിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു 14,000 കിലോമീറ്ററോളം ഓടിയിട്ടുള്ളൊരു വാഹനമാണ്. SX വേരിയൻ്റാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയുള്ളൊരു വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 8.5 ലക്ഷം രൂപയാണ്, 8,50,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. പെട്രോളിൽ ടർബോ എഞ്ചിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളാണ് ഇത്രയും നേരം കണ്ടത്. ഇനി ഒരു എക്സ്ചേഞ്ച് വെന്യൂം കൂടി നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. 2019 മോഡലിൽ ഒരു പെട്രോൾ മാനുവൽ വരുന്നതാണ് കേട്ടോ. ഇത് ടർബോ പെട്രോളിൻ്റെ മാനുവലാണ്. അത് സോറി കേട്ടോ, ഞാൻ പറഞ്ഞത് ടർബോ എന്ന് ലാസ്റ്റ് പറഞ്ഞു. ടർബോ അതായത് നോർമൽ പെട്രോൾ എഞ്ചിൻ്റെ മാനുവലാണ്. 2019 ഈ ഒരു എക്സ്ചേഞ്ച് വാനാണ് നമുക്ക് ടർബോ പെട്രോളിൻ്റെ മാനുവൽ വരുന്നത്. ഇത് ഏകദേശം 34,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതായത് 2019 ആയിട്ട് കൂടി 34,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 7 ലക്ഷം രൂപയാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. ഇത് ഒരു ഫസ്റ്റ് ജനറേഷൻ വെന്യാണ് കേട്ടോ. നമുക്ക് ഒരു നമ്മൾ ഇത്ര നേരം കണ്ടത് സെക്കൻഡാണ്, ഓൾറെഡി തേർഡ് ജനറേഷൻ വന്നു. ഇത് ഏറ്റവും ഫസ്റ്റ് ജനറേഷൻ വെന്യാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഹനമാണ്. ടയർ ഭാഗങ്ങളൊക്കെ കുറച്ച് കുറവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനും നമുക്ക് വാറൻറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കാരണം എന്ന് വെച്ചാൽ 1 വർഷത്തെ വാറൻറ്റിയും അതുപോലെ തന്നെ 1 വർഷത്തെ നമുക്ക് സർവീസ് ഫ്രീ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മോഡലിനും കിട്ടും. 2019 എക്സ്ചേഞ്ച് വാഹനമായതുകൊണ്ട് ഇതിനും കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം ഞാൻ ഇതുകൂടി കാണിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു SUV വേണ്ടവർക്ക് വെന്യൂ ആണെങ്കിലും ക്രെറ്റ ആണെങ്കിലും അത്തരത്തിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമുക്കിപ്പോൾ ഗ്രാൻഡ് ഹ്യുണ്ടായിൽ എച്ച് പ്രോമിസിൽ അവൈലബിൾ ആണ്. ഇനി ഒരു ലക്ഷറി സെഡാൻ ഉണ്ട്, എഗെയിൻ KL9, അതായത് പാലക്കാട് രജിസ്ട്രേഷനിൽ നമുക്ക് ഹ്യുണ്ടായി വെർണയാണ്. വെർണയുടെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, IVT ഇൻ്റലിജൻറ്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ നമ്മുടെ CVT എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് LED ഹെഡ്ലാമ്പ് യൂണിറ്റ് കാര്യങ്ങൾ കൂടാതെ ഇത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ADAS ലെവൽ 2 വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, കിടൻ അലോയ് വീൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുറകിലേക്ക് വന്നാൽ നമുക്ക് ഡീഫോഗർ, അതുപോലെ ഒരു ഗോൾഡൻ, അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ബമ്പർ കാര്യങ്ങൾ, അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇനി തീർന്നിട്ടില്ല, ഉള്ളിൽ കയറി നോക്കിയാലും നമുക്ക് ലക്ഷറി ഫീച്ചേഴ്സ് ഒരുപാട് ഇതിൽ കാണാൻ പറ്റും. ലെതർ സീറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവർ സൈഡൊക്കെ പവേർഡ് സീറ്റ് വരുന്നുണ്ട്. കൂടാതെ വയർലെസ് ചാർജർ, ഓട്ടോമാറ്റിക് AC, വെന്റിലേറ്റഡ് സീറ്റുകൾ, ഹീറ്റിംഗ് സീറ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സുമായിട്ടാണ് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ്, അങ്ങനെ ഫുള്ളി ലോഡർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളുള്ള ഒരു വാഹനമാണ്. നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വെർണയുടെ ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനത്തിന് ഇപ്പോൾ ആസ്കിംഗ് റേറ്റ് വരുന്നത് 14.5 ലക്ഷം രൂപയാണ് കേട്ടോ. ഒരു 34,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ വാറൻറ്റി, ഫ്രീ സർവീസ് തുടങ്ങിയ കാര്യങ്ങളും 100%, 90 മുതൽ 100% വരെ ലോൺ സൗകര്യമൊക്കെ ഉണ്ട്. ടയറൊക്കെ കറക്റ്റാണ്. ആ ഒരു 34,000 കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു പഴക്കം, ആ ഒരു ടയർ കാര്യങ്ങൾക്കൊക്കെ ലോ പ്രൊഫൈലാണ് ടയർ വന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പഴക്കം കാര്യങ്ങളൊക്കെ കണ്ട ഒരു സുഖമായിട്ടൊരു 10-12,000 കിലോമീറ്റർ കൂടി ഓടാനുള്ളൊരു ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മിൻറ്റ് കണ്ടീഷനിലൊരു ഹ്യുണ്ടായി വെർണ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം. ഇത്ര നേരം നമ്മൾ കാണിച്ചതും കണ്ടതെല്ലാം ഹ്യുണ്ടായുടെ വാഹനങ്ങളാണ്. കാരണം ആ ഒരു വാറൻറ്റിയും ഫ്രീ സർവീസും പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് സെക്ഷനായി കാണിച്ചത്. അത് കൂടാതെ തന്നെ എക്സ്ചേഞ്ച് വരുന്ന മറ്റുള്ള ബ്രാൻഡുകൾ, മാരുതി, ടാറ്റ അങ്ങനത്തുള്ള ബ്രാൻഡുകളുടെ വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അതും വില കുറവിൽ തന്നെയാണുള്ളത്. സെലക്ട് ആയിട്ടുള്ള മോഡൽസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉടനെ അതിങ്ങനെ മാറി വരും. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഏതുണ്ടാവുക എന്നുള്ള അറിയില്ല. ഇപ്പം എന്തായാലും കുറച്ച് സ്വിഫ്റ്റ്, തിയാഗോ, ആൾട്ടോ തുടങ്ങിയുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വില കുറവിൽ തന്നെയാണ്. നമുക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വൻ ഡീലുകളിൽ സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നു. നിങ്ങൾക്ക് ഈ വാഹനങ്ങളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് പാലക്കാട് കല്ലേക്കാടുള്ള ഗ്രാൻഡ് ഹ്യുണ്ടായുടെ എച്ച് പ്രോമിസിലാണ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നതെന്ന് പറയാം, വിളിക്കുകയാണെന്നുണ്ടെങ്കിലും പറയണം. എന്നിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചോദിച്ച് വാങ്ങണം. വാഹനം ഓവറോൾ നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ വാറൻറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. ഹ്യുണ്ടായുടെ വാഹനങ്ങൾ എടുക്കുമ്പോൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം 1 വർഷത്തേക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കമ്പനി ഏറ്റെടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങാം. ഒപ്പം ഫിനാൻസ് സൗകര്യം എല്ലാം ഇവിടെ തന്നെയാണ്. നമുക്ക് പുതിയ കാർ വാങ്ങുന്ന അതേ എക്സ്പീരിയൻസോട് കൂടിയിട്ട് യൂസ്ഡ് കാർ എടുക്കാൻ പറ്റുന്നൊരു അവസരമാണ് നമ്മുടെ എച്ച് പ്രോമിസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രാൻഡ് ഹ്യുണ്ടായുടെ. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുക. എന്തായാലും ഈ ഒരു പ്രൈസ് കാര്യങ്ങൾ, ഈ വിലയിൽ വാറൻറ്റിയോട് കൂടി വാഹനങ്ങൾ കിട്ടിയാൽ എങ്ങനെയുണ്ടാവും, നിങ്ങളുടെ അഭിപ്രായം എന്താ, അതും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.